അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ക്രീം ചീസ് പാസ്തയാണ്. ഇതൊരു നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു കൂട് പാസ്ത എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 2 സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിലും ഒഴിക്കാം. നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഞാൻ ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്, കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് പീസ് ചിക്കൻ എടുത്ത് അതിനെ ഒന്ന് ചിക്കൻ കുറച്ചായിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം ചെറുതായിട്ട് മതി. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ആ ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും പെരിഞ്ജീരക പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. എന്നിട്ട് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് 2 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഇത് നല്ലതുപോലെ തന്നെ അത് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടർ ചേർത്ത് നല്ലതുപോലെ മെൽറ്റാക്കി എടുക്കാം. ഈ ബട്ടർ നല്ലതുപോലെ മെൽറ്റാകണം. എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഗാർലിക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. കരിയാനൊന്നും പാടില്ല. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ഗ്രീൻ ചില്ലി കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കണം. ഇതിലേക്ക് ഇനി ആവശ്യമായത് ക്യാപ്സിക്കമാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇതിനൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂണ് മൈദ മാവ് ചേർത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം 1 ഗ്ലാസ് പാല് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ പാലൊഴിക്കാം. ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ്, കുറച്ച് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചുകൂടെ തിക്കായിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഫ്രഷ് ക്രീം ചേർത്താൽ കുറച്ചുകൂടെ റിച്ച് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ പ്രശ്നമില്ല. ഇതിൽ നമ്മൾ മൈദാമാവും പാലും ചേർക്കുന്നതുകൊണ്ട് നല്ലതുപോലെ തന്നെ ക്രീമി ആയിട്ട് കിട്ടും. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ചീസാണ് ആവശ്യം. ചീസ് ഇട്ട് കൊടുക്കാം.
ഞാൻ ഇവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണുള്ളത് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കിനി ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം, എരിക്കനുസരിച്ച്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സോട്ടേ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ ക്രീം എല്ലാ പാസ്തയിലും ചേരുന്നതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചീസ് കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ ചീസൊക്കെ അതിൽ നല്ലതുപോലെ തന്നെ മെൽറ്റായിട്ടുണ്ട്. എന്നിട്ട് ഇതിന് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതൊരു നല്ല അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എന്നിട്ട് സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം.